ഫ്രണ്ട്സ്, എൻ്റെ പേര് അക്സ. ജി ഫോർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാൻസെവേരിയ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്ന ചെടിയുടെ കുറച്ച് നല്ല വെറൈറ്റികളെയാണ് ഇന്ന് നിങ്ങൾക്കായി ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോയും പ്ലാന്റ് വാൾട്ട്.Pai എന്ന നഴ്സറി വിസിറ്റിൻ്റെ തുടർഭാഗമാണ്. ഇതിൻ്റെ ആദ്യ 3 എപ്പിസോഡുകളിലെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഇവിടെ നിന്നും ചെടികൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ആദ്യ എപ്പിസോഡിൽ കൊടുത്തിരിക്കുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ 20% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിലും ഈ നഴ്സറിയുടെ ഓണറായ മനു തന്നെയാണ് നമുക്ക് ചെടികളെ പരിചയപ്പെടുത്തി തരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇന്ന് സാൻസെവേരിയ എന്ന് പറഞ്ഞ പ്ലാന്റിനെ പറ്റിയാണ് പറയാനുള്ളത്. അപ്പോൾ സാൻസെവേരിയ ഞങ്ങളുടെ കയ്യിൽ 18 വെറൈറ്റിയോളം ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നോർമൽ വെറൈറ്റി 2 വെറൈറ്റി ഉണ്ട്. ഒന്ന് യെല്ലോ ബോർഡർ വരുന്ന ടൈപ്പും ഒന്ന് ഗ്രീൻ വെറൈറ്റി വരുന്നതും. അതാണ് ഏറ്റവും ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു വെറൈറ്റി. ഇതും എല്ലാവരുടെയും വീടുകളിൽ കാണാറുണ്ട്. ഇത് സാൻസെവേരിയയുടെ തന്നെ നോർമൽ വെറൈറ്റി ഗ്രീനാണ്. ഇത് ഈസി ടു കെയർ ഒരു പ്ലാന്റ് ആണ്. ഒരു എന്താ പറയുക, ഇപ്പോൾ പറമ്പിൽ ചില ആൾക്കാർ പറയാറുണ്ട്, പറമ്പിൽ വലിച്ചെറിഞ്ഞവരെ മുളയ്ക്കുന്ന ഒരു ഐറ്റം ആണ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തിരി കഷ്ടമാണ് കിട്ടാനായിട്ട്. പണ്ടൊക്കെ നമ്മുടെ വെയിലിക്കൽ ഒക്കെ നിന്നേ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഇതും. ഇതിൻ്റെ മഞ്ഞയും ഈ ലെങ്ത് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻഡോഴ്സിൽ ആൾക്കാർ ഡാർക്കായിട്ടുള്ള സൈഡുകളിൽ വെക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഈ ഒരു വെറൈറ്റി. ഇത് ഹാനി മാർജിനേറ്റ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. മറ്റേ നമ്മുടെ നോർമൽ വെറൈറ്റി ഉണ്ടല്ലോ നമ്മുടെ, ആ ഒരു നോർമൽ വെറൈറ്റിയുടെ കുള്ളൻ വെറൈറ്റി. ഹൈറ്റ് കുറവായിരിക്കും, ലീഫിന് വിഡ്ത്ത് കൂടുതലായിരിക്കും. ഒരു ഇതായിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഷേപ്പായിരിക്കും ഈ ഒരു വെറൈറ്റിക്ക്. ഇങ്ങനെ നിറച്ച് ഇഷ്ടംപോലെ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ വന്ന് നിറയെ ഇങ്ങനെ ഇലകളായിട്ട് ലീഫായിട്ട് അധികം ഡാമേജ് ഒന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഇത് ഹാനി മാർജിനേറ്റ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് ഹാനി ഗ്രീൻ കോമ്പാക്റ്റ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് വീടുകളിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല. ഇത് മോസ്റ്റ്ലി എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണ്. ഈ വെറൈറ്റിയുടെ പേര് മോട്ടോ എന്നാണ്. മോട്ടോ എന്ന് പറയാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വെറൈറ്റി നമുക്ക് വരുന്നത് ചെറിയൊരു വീതി കൂടിയ ഒരു ഇലയോട് വരുന്ന ഒരു വെറൈറ്റി ഉണ്ട്, ടൈഗർ എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ സ്റ്റോക്കില്ല. ഈ വെറൈറ്റി ടൈഗറായിട്ട് ചില നഴ്സറിക്കാർ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ വെറൈറ്റി ടൈഗർ അല്ല, ഇത് മോട്ടോ ആണ്. ടൈഗറിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിടുത്തുള്ള ലീഫായിരിക്കും, കുറച്ചുകൂടി വലിപ്പം ഉണ്ടാകും പ്ലാന്റ്. മോട്ടോയുടെ പ്ലാന്റ് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന വെറൈറ്റി ആയിരിക്കും. ഇങ്ങനെ മടക്ക് വരുന്നത് മോട്ടോ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ പ്ലാന്റിലാണ് ഇങ്ങനെ ചെറിയൊരു ഇതായിട്ട് വരുന്നത്. ഇത് സാൻസെവേരിയയുടെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് ബോൺസെൽ വെറൈറ്റിയുടെ എലോങ്കേറ്റ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് വേറെ സയൻറ്റിഫിക് നെയിംസ് എനിക്ക് വലിയ കാര്യമായിട്ട് പിടുത്തമില്ല. നമുക്കിത് സപ്ലൈ ചെയ്ത് വരുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺസെൽ എലോങ്കേറ്റ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് ബോൺസെൽ വെറൈറ്റിയുടെ ചെറുതാണ്. ഇത് ബോൺസെൽ എന്ന് പേര് പറയാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാം, ഇതിങ്ങനെ ബോൺ ഷേപ്പ് റിബുകളുടെ ഒരു സാമ്യമായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ, വലിയ പ്ലാന്റിന് എന്ന് പറഞ്ഞാൽ ഒരു ഇല അങ്ങോട്ടും ഒരു ഇല ഇങ്ങോട്ടും മാത്രമായിരിക്കും ഇത് വളരുന്നത്. ഇതിപ്പോൾ സീഡ്ലിംഗ് ആയതുകൊണ്ട് ചില ഇലകൾ ഇങ്ങനെ ഒരു സർക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത് പൂർണ്ണ വളർച്ചയിലെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ 2 സൈഡിലേക്ക് മാത്രമായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് വരിക. ഒരു ഫ്ലാറ്റ് ഗ്രോത്ത് ആയിരിക്കും ഇതിനുണ്ടാവുക. ഇതും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന സാൻസെവേരിയ ഇനമാണ്. ഇത് മെയിനായിട്ട് വെക്കുന്നത് ഫ്ലാറ്റായിട്ടുള്ള ബോൺസായി പോട്ട് പോലത്തെ പോട്ടിനകത്തായിരിക്കും ഇത് വെക്കുക. കുറച്ചിങ്ങനെ വഞ്ചി പോലത്തെ ഒരു വലിയൊരു പോട്ടിനകത്ത് സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ 2 വശത്തേക്ക് ഇങ്ങനെ ഇത് 2 ബോൺസ് അല്ലെങ്കിൽ റിബ് കേജ് വെച്ച പോലെ അല്ലെങ്കിൽ ബോൺ ഇങ്ങനെ 2 സൈഡിലും സ്പ്രെഡായിട്ട് നിൽക്കത്തക്ക വിധത്തിലായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് വരുന്നത്. ഇത് സാൻസെവേരിയയുടെ വിറ്റിനി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്.
ഡാർക്ക് ഗ്രീൻ കടും പച്ച കളറിലെ വെറൈറ്റിയാണ് ഈ വെറൈറ്റി. ഫുൾ ഗ്രീനായിട്ട് നല്ല ഡാർക്കായിട്ട് അധികം ഷെയ്ഡ്സ് ഒന്നും ഇല്ലാത്ത ഒരു വെറൈറ്റിയാണ് വിറ്റിനി എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ സാൻസിവേരിയ ഇനങ്ങളിൽ ഇത്തിരി കോസ്റ്റ്ലി വെറൈറ്റിയാണ് കേട്ടോ. അത് പുതിയതായിട്ട് വന്നൊരു വെറൈറ്റിയാണ് ഈ വിറ്റിനി എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് മോസ്റ്റ്ലി എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ടൈപ്പ് ഒരു നാടൻ സാൻസിവേരിയയുടെ ഇനമാണ്. ഇതിലാണ് പണ്ട് ഇതിൻ്റെ ടിപ്പിലൊക്കെ പണ്ട് മുട്ടയൊക്കെ ആൾക്കാർ വെച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ചെറിയ പ്ലാന്റാണ്. ഒരു അധികം ഇതിൻ്റെ വലിയ സ്റ്റോക്കൊന്നും ഇല്ല. അപ്പോൾ ഒരു വെറൈറ്റി കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചൊന്നുള്ളൂ. ഈ വെറൈറ്റിയുടെ പേര് മൂൺഷൈൻ എന്നാണ്. ഇതും സാൻസിവേരിയയുടെ ഇത് തന്നെയാണ്. ബ്ലാക്ക് കളർ പോട്ടുകളിൽ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു എന്താ പറയുക, ഒരു ആഷ് കളറിലെ ലീഫായിരിക്കും. നല്ല ഫ്രഷായിട്ട് നല്ല ഇതായിട്ട് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ തിളങ്ങും ഈ ഇല. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ്. എത്ര ഡാർക്ക് പ്ലേസിലാണെങ്കിലും നമുക്ക് ഈ സാൻസിവേരിയയുടെ വെറൈറ്റീസ്, ഈ ഗ്രീൻ വെറൈറ്റീസും യെല്ലോ വെറൈറ്റീസും ഏത് വെറൈറ്റീസ് വേണമെങ്കിലും നമുക്ക് ഇൻഡോർ വെക്കാൻ പറ്റും. ഇത് സാൻസിവേരിയയുടെ ടൊർണാഡോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റാണ്. ടൊർണാഡോ എന്നതിന് പേര് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു തിരിവാണ് ഈ പ്ലാന്റിന്. തിരിവ് ഇങ്ങനെ ഒരു തിരിഞ്ഞ് തട്ടായിട്ടാണ് തിരിഞ്ഞുണ്ടാവുക. ഇത് പ്ലാന്റ് വളരും തോറും ഇതിൻ്റെ ട്വിസ്റ്റ് കൂടി വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതാണെങ്കിലും വൈറ്റ് കളർ പോട്ടിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല രസമായിരിക്കും. ഇതൊരു വെള്ള കളർ പോട്ടിനാണ് വെച്ച് കഴിഞ്ഞാൽ ഏത് കളറിൽ വെച്ചാലും സാൻസിവേരിയ തന്നെയാണ്. സാൻസിവേരിയക്ക് ഒരു തിളക്കം, ഒരു പ്രത്യേക ഒരു എനർജിയാണ്. പക്ഷേ വൈറ്റ് പോട്ടായിരിക്കും ഇതിനൊക്കെ ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് സൂപ്പർബ കോമ്പാക്റ്റയാണ് കേട്ടോ. സൂപ്പർബയുടെ കോമ്പാക്റ്റയാണ്. സൂപ്പർബ കോമ്പാക്റ്റ. ഇത് വെറൈറ്റി തിരിച്ചറിയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ടൈഗർ സ്ട്രൈപ്സ് പോലത്തെ ഒരു സ്ട്രൈപ്സ് ഉണ്ടാവും ലീഫ്. ഇതിൻ്റെ തന്നെ എലോങ്കേറ്റഡ് വെറൈറ്റിയും ഉണ്ട്. സൂപ്പർബ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട്. ഇതിനൊരു സ്ട്രൈപ്സ് ആയിട്ട് ഉണ്ടാവും. ഈ ഒരു സ്ട്രൈപ്പാണ് ഈ വെറൈറ്റി തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച സൂപ്പർബ കോമ്പാക്റ്റയുടെ വലുത്, സൂപ്പർബ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ഇതിനും ഈ പറഞ്ഞതുപോലെയാണ്. ഇതിന് ഒരു സ്ട്രൈപ്പുകൾ ഉണ്ടാവും. ഇത് നോർമൽ വെറൈറ്റി ആയിട്ട് കമ്പയർ ചെയ്യാറുണ്ട് ആൾക്കാർ. പക്ഷേ ഇത് നോർമൽ വെറൈറ്റി അല്ല. ഇതിന് മാക്സിമം ഹൈറ്റ് വരുന്നത് ഒരു 12 ഇഞ്ചസ് ഹൈറ്റ് മാത്രമേ വെക്കുകയുള്ളൂ. അപ്പോഴേക്കും ഈ പ്ലാന്റ് ബുഷായിട്ട് നിറഞ്ഞ ചോട്ടിൽ നിന്നൊക്കെ പ്ലാന്റ്സ് വന്ന് ബുഷായിട്ടുണ്ടാവും. ഇത് ഹാനി ഗ്രീൻ കോമ്പാക്റ്റ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. ഇത് ഈ വെറൈറ്റീനെ അറിയാനായിട്ട് വേറെ ഒന്നുമില്ല. ഫുൾ ഗ്രീൻ, പാച്ചസ് ഇല്ലാത്ത ഗ്രീൻ ആയിരിക്കും. ഗ്രീൻ വന്നിട്ട് ബോർഡർ മാത്രം യെല്ലോ ആയിട്ട് ഒരു സ്റ്റാർ പോലെ ഇരിക്കുന്നൊരു വെറൈറ്റി. ഈ ഒരു വെറൈറ്റി ഫുൾ ഗ്രീനായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. സാൻസിവേരിയയുടെ തന്നെ ഫുൾ ഗ്രീൻ വെറൈറ്റിയാണ്. ഇതിന് അറിയാനൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഡാർക്കായിട്ടുള്ള ലീവ്സ്, പാച്ചസ് ഒന്നും ഇല്ലാത്ത ലീഫ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് വേറെ പാച്ചസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വൈറ്റ് കളർ പോട്ടിനകത്തോ ഇത് ഏത് കളർ പോട്ടിനകത്താണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇത് സാൻസിവേരിയയുടെ ഫ്ലെയിം എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. ഫ്ലെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ലീഫിൽ അതിൻ്റെ ഒരു ഫ്ലെയിം, ഒരു ഫയറിൻ്റെ ഒരു ഡിസൈൻസാണ് ഈ ഒരു വെറൈറ്റിക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഫ്ലെയിം എന്ന് പറഞ്ഞ പേരിട്ടേക്കുന്നത്. കാരണം പിന്നെ ഈ വെറൈറ്റിയുടെ ലീഫ് മേലുള്ള ടെക്സ്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ഇതിനും ഓരോ ടെക്സ്ചറായിരിക്കും. ഓരോ ലീഫിനും ഓരോ ടെക്സ്ചറായിരിക്കും. ഇതിൻ്റെ ലീഫ് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇത് ഓരോ ലീഫിൻ്റെ ഡിസൈൻസും വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും. ഒന്ന് ഇതിൻ്റെ ഡിസൈൻ വേറെയാണ്, ഈ വെറൈറ്റിയുടെ ഡിസൈൻ വേറെയാണ്, ഇനി വരുന്ന ഡിസൈൻ വേറെയാണ്, ആദ്യത്തെ ഇലയുടെ ഡിസൈനും വേറെയാണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും ലീഫിൻ്റെ യെല്ലോയിഷ് കളറ് ഓരോ വെറൈറ്റീസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലതിന് ഗ്രീൻ കുറവായിരിക്കും, ചിലതിന് ഗ്രീൻ യെല്ലോ കൂടുതലായിരിക്കും. അങ്ങനെ ഒത്തിരി ഒത്തിരി വളരുന്ന വെറൈറ്റി അല്ല, ഒരു 12 ഇഞ്ചസ് വരെ ഹൈറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ സാൻസിവേരിയയുടെ ഫ്ലെയിം വെറൈറ്റി. ഇത് സാൻസിവേരിയയുടെ ബ്ലാക്ക് ജാക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ബ്ലാക്ക് ജാക്ക് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ബ്ലാക്ക് ആയിട്ടുള്ള വെറൈറ്റി ആയിരിക്കും. പക്ഷേ അത് അങ്ങനെ ഞാനും വിചാരിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ വെറൈറ്റിയുടെ പേര് ബ്ലാക്ക് ജാക്ക് എന്നാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടായിട്ടിരിക്കും. ഇതിൻ്റെ ലീഫിൻ്റെ വിഡ്ത്ത് കൂടിയാണ് വരുന്നത്.
ഒരിക്കലും കുറഞ്ഞു വരത്തില്ല. ആദ്യത്തെ ലീഫിനേക്കാളും ബ്രോഡായിരിക്കും രണ്ടാമത്തെ ലീഫ്. അങ്ങനെ ബ്രോഡ്നെസ് കൂടി ഒരു തിങ്ങി വരുന്നൊരു വെറൈറ്റിയാണ് ഈ വെറൈറ്റി. ഇത് ഇപ്പോൾ ഒരു സീഡ്ലിംഗ് സൈസാണ്. ഇത് വളർന്ന് ഫുൾ സൈസ് ആയിട്ടില്ല, ഫുള്ളായിട്ട് വന്നിട്ടില്ല ഈ വെറൈറ്റി. ഒരു ഫുള്ളായി കഴിയുമ്പോഴത്തേക്കും ഇത് കാണാൻ പറ്റാത്ത ഈ നടുക്കത്തെ ഭാഗം കാണാൻ പറ്റാത്ത രീതിയിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ബ്ലാക്ക് ജാക്ക്. ഇത് ഗോൾഡ് ഡസ്റ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതും ടൊർണാഡോയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. എന്നാൽ ടൊർണാഡോയുടെ ഇലകൾക്കുള്ളതുപോലുള്ള ട്വിസ്റ്റ് ഇതിനുണ്ടാകില്ല. ഇത്രയും വെറൈറ്റി സ്നേക്ക് പ്ലാന്റ്സ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ചിന്തയാണ്, ഇതിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പ്രൊപ്പഗേറ്റ് ചെയ്ത് കൂടുതൽ ചെടി വർദ്ധിപ്പിച്ചെടുക്കാമെന്ന്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു സീക്രട്ട് പറഞ്ഞുതരാം. സാധാരണ നമ്മൾ സ്നേക്ക് പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി ഇലകൾ മുറിച്ചാണല്ലോ. എന്നാൽ നമ്മളിപ്പോൾ കണ്ട വെറൈറ്റി സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെ ഇലകൾ മുറിച്ച് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കിട്ടുന്നത് നോർമൽ സ്നേക്ക് പ്ലാന്റ്സ് ആയിരിക്കും. അതായത് മദർ പ്ലാന്റിൻ്റെ ഒരു സ്വഭാവവുമില്ലാത്ത നാടൻ വെറൈറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ വെറൈറ്റികൾ ഇലകൾ മുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനായി ആരും തന്നെ സമയം കളയാതിരിക്കുക. നമ്മളിപ്പോൾ കണ്ട നാടനല്ലാത്ത സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കേണ്ട ശരിയായ രീതി എന്തെന്നാൽ മദർ പ്ലാന്റിൽ നിന്ന് വരുന്ന മുകുളങ്ങൾ വേർപെടുത്തിയെടുത്ത് മാറ്റി നടുക എന്നതാണ്. സ്നേക്ക് പ്ലാന്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണുക. സ്നേക്ക് പ്ലാന്റ്സിനെയും അതിൻ്റെ വെറൈറ്റികളെയും കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.